സസ്യങ്ങൾ അവയ്ക്കു വേണ്ട ആഹാരം സ്വയം നിർമ്മിക്കുകയാണല്ലോ ചെയ്യുന്നത്. സൂര്യപ്രകാശം, വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ഭക്ഷണം നിർമ്മിക്കുന്ന അത്ഭുതകരമായ പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. ഇങ്ങനെ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം സൂക്ഷിച്ചു വെക്കുന്നതാണ് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും എല്ലാം. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പോലും ഈ പ്രക്രിയയിലൂടെയാണല്ലോ ലഭിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് പ്രകാശ സംശ്ലേഷണം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ഇലകൾ സസ്യങ്ങളുടെ അടുക്കളയാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇലകളിൽ വെച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. വേരുകൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്ന ജലവും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെയും ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെയും സഹായത്തോടെയാണ് സസ്യങ്ങളുടെ ആഹാര നിർമ്മാണം. ഇലകളിലെ ഈ ഹരിതകണത്തിൻ്റെ സാന്നിധ്യമാണ് അവയുടെ പച്ച നിറത്തിന് കാരണം. ഈ ഹരിതകണം അഥവാ ക്ലോറോഫില്ലാണ് സൂര്യപ്രകാശത്തിലെ പ്രകാശോർജം ആഗിരണം ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണം ഇലകളിലെ ക്ലോറോപ്ലാസ്റ്റ് എന്ന കോശാവയവത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇവിടെ വെച്ച് ഹരിതകം അഥവാ ക്ലോറോഫിലിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർന്ന് ഓക്സിജനും ഗ്ലൂക്കോസും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനം പ്രധാനമായും 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഒന്ന് ലൈറ്റ് റിയാക്ഷൻ അഥവാ പ്രകാശഘട്ടം, 2 ഡാർക്ക് റിയാക്ഷൻ അഥവാ ഇരുണ്ട ഘട്ടം. ഈ 2 ഘട്ടങ്ങളിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നും അവ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നും ഒന്ന് നോക്കിയാലോ? പ്രകാശ സംശ്ലേഷണം ഇലകളിലെ ക്ലോറോപ്ലാസ്റ്റ് എന്ന കോശാവയവത്തിൽ വെച്ചാണ് നടക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ക്ലോറോപ്ലാസ്റ്റിന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഗ്രാന, മറ്റൊന്ന് സ്ട്രോമ. ഇതിൽ ഗ്രാന എന്നത് അടുക്കി വെച്ച ഡിസ്ക് പോലുള്ള ഒരു ഭാഗമാണ്. ഇവിടെ വെച്ചാണ് പ്രകാശ സംശ്ലേഷണത്തിലെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന ക്ലോറോഫിൽ ഉള്ളത്. ഇവിടെ വെച്ച് വാട്ടർ അഥവാ H2O സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനുമായി മാറുന്നു. ഈ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. കൂടാതെ സൺലൈറ്റിനെ ATP എന്ന എനർജി മോളിക്യൂളാക്കി മാറ്റുകയും ചെയ്യുന്നു. സ്ട്രോമ എന്നത് ഗ്രാനയ്ക്ക് ചുറ്റിലുമുള്ള ദ്രാവക ഭാഗമാണ്. ഇവിടെ വെച്ചാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. സ്ട്രോമയിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും യൂസ് ചെയ്ത് ATPയുടെ സഹായത്തോടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഈ ഘട്ടത്തിൽ സൺലൈറ്റ് ഡയറക്റ്റായി ഉപയോഗിക്കുന്നില്ല. പകരം സൺലൈറ്റിൻ്റെ പ്രൊഡക്റ്റായ ATP ആണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തെ ഡാർക്ക് റിയാക്ഷൻ അഥവാ ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.